നമ്മൾ ഒരുപാട് പരിപാടികൾ ഈ വർഷം ചെയ്യുകയുണ്ടായി. സമാപന സമ്മേളനത്തിന് മുൻപായിട്ട് നടക്കുന്ന ഒരു ഔദ്യോഗിക ചടങ്ങാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പള്ളിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തു പോയിട്ടുള്ളതുമായ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹപൂർവ്വം ഓർക്കാനും ആദരിക്കാനും ഒരു ദിവസം, അത് നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചന്റെ മനസ്സിൽ നിന്നതാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗിക തുടക്കം നടക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജോസ് മാഷ് പ്രാർത്ഥന ആരംഭിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങാൻ ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ വിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ വിഴി തുറക്കൂ. കഥന ദിവാരണ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ വിഴി തുറക്കൂ. മുന്നേ പ്രിയപ്പെട്ട ജോസ്ഫേട്ട ഇവിടെ കടന്നിരിക്കുന്നു. എല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുക, കസേരകളിലേക്ക് ഇരിക്കുക. നമ്മുടെ ഈ പ്രിയപ്പെട്ട ആദരവ് ചടങ്ങിന് സ്വാഗതം പറയുന്നതിനായിട്ട് കേന്ദ്ര സമിതി പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജൂബിലി ആഘോഷങ്ങളുടെ ജനറൽ ജോയിന്റ് കൺവീനറുമായ സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചിച്ച നമ്മുടെ ഇടവക നടത്തുകയായിരുന്ന സിജോ ബോബോ, നമ്മുടെ ജൂബിലി പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ശ്രീ ഗ്ലീസൺ ചേട്ടൻ, മറ്റ് കൈക്കാരന്മാരെ, പ്രത്യേകത കൊച്ചിനാണെന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്താലുള്ള പ്രാധാന്യം അത് മനസ്സിലാക്കുന്നത് കുറച്ച് ഒരുപാട് അറിവുള്ള വ്യക്തിത്വമാണ് നമ്മുടെ കൊച്ചിന്. ഈ അവസരം ഞാൻ ഒരു കാര്യത്തിന് ഉപയോഗിക്കുകയാണ്. ഇനിയും ഓരോ സന്ദർഭങ്ങളിൽ സമയങ്ങളിൽ കൊച്ചൻ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു, അതിനൊക്കെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയോടൊപ്പം ആഗ്രഹിക്കുന്നു. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന കൊച്ചിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സി ജോനാണ് നിലവിൽ ചാർജുള്ളത്. കൂടെ രചിച്ചേർന്ന് നമ്മുടെ ആലോചനകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ 3 പേര് ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതുവരെയുള്ള പ്രോഗ്രാം സാധിച്ചിട്ടുണ്ട്. അതിന് ഫുള്ളായ സ്വാഗതം ചെയ്യും. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒത്തുള്ള ഒരു ടീമാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ എല്ലാവരെയും കഷ്ടപ്പാട് കാണാനും സേവനം എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ അനുഭവം പങ്കുവയ്ക്കാനുമാണ് ഇന്നീ അവസരത്തിലൂടെ ഇതിലേക്ക് കടന്നു വന്ന എല്ലാ പേരുകാരും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ സിജോ, കൈക്കാരന്മാരെ, നേരത്തെ നമ്മുടെ പള്ളിയുടെ ചരിത്രത്തിലെ ഈ കാലം മുതൽ പള്ളിയെ നയിക്കാനായിട്ട് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കൈക്കാരന്മാരും ഓർക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ 74 തുടങ്ങിയ പള്ളിയുടെ 1925 വർഷത്തെ ജൂബിലി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രൊജക്ടുകളൊന്നും തന്നെയായിരുന്നു കൈക്കാരനെല്ലാവരും ആദരിക്കണമെന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഈ നോമ്പ് പിടിക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് നമ്മൾ ഏപ്രിലേക്ക് കടക്കാതെ തന്നെ ഫെബ്രുവരി മാസത്തിൽ 5-ാം തീയതി ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിനെല്ലാം ഇതെനിക്ക് തോന്നുന്നത് വലിയൊരു സന്തോഷത്തിന്റെ സമയമാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്
1990 കാലഘട്ടം മുതലുള്ള കൈക്കാരൻ അതാണ് ഇരിക്കണം എന്നെ അറിവ്. അങ്ങനെ എല്ലാ രചന 90-91 കാലഘട്ടത്തിൽ ആ കാലഘട്ടം മുതലുള്ളത് ഏതാണ്ട് 35-36 വർഷം പഴക്കമുള്ളത്. അതിൽ എൻ്റെ നേട്ടങ്ങൾ കണ്ടെന്ന് ഏറ്റവും മുമ്പിൽ തന്നെയുണ്ട്. 90-91 എൻ്റെ കൈക്കാരനാണ് ഇവിടെ തോന്നിയിട്ടുണ്ട് അല്ലേ? അതെ, ഏതാണ്ട് 35 വർഷക്കാലം പിന്നിട്ട കൈക്കാരൻ. ഒരു വർഷം പൂർത്തിയാക്കാത്ത കൈക്കാരന്മാരും അതുവരെ വേറെയുണ്ട്. ഇതിന് തന്നെ എനിക്ക് തോന്നുന്നു 1 വർഷത്തിലെ കൂടുതൽ 2 വർഷക്കാരുണ്ട്, കുറെ പേര് ആവർത്തിച്ച് നമ്മൾ അപ്പൊ ഒത്തിരിയേറെ ഒരുമിച്ച് കാണാനായിട്ട് എല്ലാ മക്കളും സുപരിചിതങ്ങളാണ്. കുറേ ദിവസങ്ങൾക്ക് കുറേ നാളുകളെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ചിലപ്പോൾ ഇതൊന്നും വെളിപ്പെടുത്താറില്ല കൈകാരനായിരുന്നു അല്ലാന്ന് പറയാനെങ്കിലും നിങ്ങളുടെ ചില സംസാരത്തിൽ നിന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ദിവസങ്ങളൊക്കെ പരിശോധനകളും അറിയാനുള്ള സംസാരത്തിന്റെ ശ്രമമൊന്നുമില്ലെങ്കിലും ഇതേപോലെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ്. ദിവസം രോഗീയത്തിലേക്ക് വന്നിരിക്കും, കുടുംബം കൂട്ടിക്കൊണ്ടുവന്നു ദൈവത്തോടെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ കടന്നു വരുന്ന വലിയ അർത്ഥമുണ്ട്, താല്പര്യമുണ്ട്. അതിനും എന്തും ഈ താല്പര്യം വീട്ടിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നേരത്തെ എത്തിയതിനും പ്രത്യേകിച്ച് ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതിനും ഒക്കെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടും കൂടി നിങ്ങളെ രണ്ടിനെ നീട്ടി സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചെറുത് എന്നാൽ വലിയ സംഘം അംഗസംഖ്യ കുറവാണെങ്കിലും ഇതിന് വലിയ അർത്ഥമുള്ള സംഘമായിട്ട് എനിക്ക് കരുതിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ കൈക്കാരന്മാരുടെ സംഘം ട്രസ്റ്റീസ് സംഗമത്തെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. 1990 മുതൽ 2026 വരെ പറപ്പൂക്കരയിലെ ചരിത്ര ലിപികളിൽ പേരെഴുതി ചേർക്കപ്പെട്ട കൈക്കാരന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകാരെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഒരു മൊമെന്റാണ് ഇവിടെ വന്നു നിൽക്കുക. ഞാനിവിടെ പ്രത്യേകിച്ച് വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ കൃത്യനിഷ്ഠതയോടെ വന്നുവന്ന്. കാരണം നിങ്ങളുടെ ജീവിതത്തിലും കുറച്ച് നാളും ഇങ്ങനെ സേവനം ചെയ്തതിന്റെ ഓർമ്മയുള്ളതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഓടി വരാൻ ഞാൻ മനസ്സുണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം സമ്മേളനങ്ങൾ സംഗമം വെച്ചപ്പോൾ ആയിട്ട് തുടങ്ങാൻ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങിയത്. ഞങ്ങളുടെ മനസ്സിൽ തന്നെയായിരുന്നു. 2 പേരും ഞങ്ങൾ പറഞ്ഞു 4 മണിന്നാണ് പറഞ്ഞത്. 4 മണിക്ക് എല്ലാവരും വരുമ്പോൾ അത് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ 1 മണിക്ക് പറഞ്ഞ സമയവും. പക്ഷെ ഇത് 4 മണിക്ക് തന്നെ എല്ലാവരും വന്നിരിക്കുക. ഞങ്ങള് കുറച്ച് വൈകിയത് കുറച്ച് അധികം മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ദിവസം ഓരോ കേട്ടിട്ടുള്ള ആ ഒരു സാധനമാണ്. എല്ലാവർക്കും അച്ഛന്മാർ ഉടനെ വെള്ള ഡ്രസ് ഇടും, ഓപ്ഷൻ ഞങ്ങൾക്ക് വെള്ളയാണ് ലോകം. പക്ഷെ ചില വലിയ പള്ളികളിൽ വെള്ളയിട്ട കുറെ കേൾക്കുന്നുണ്ടോ? ഇതെന്ന് കേൾക്കുന്നവരുണ്ടായില്ലോ. ഇവിടെ മാത്രമല്ല, ചായക്കുടിയിൽ പോണപ്പോ തന്നെ മറ്റുള്ള അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഒന്നാണ് വെള്ളയിട്ട് നിരന്ന് നിൽക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട്. ഇന്ന് 2 പറയുന്ന കേട്ടോ. ഞാനിവിടെ വന്നിരുന്നപ്പോ ഒരു 80% എന്തോ ആൾക്കാർ വെള്ള കളർ ഡ്രസ് വന്നത്. അതൊരു വളരെ 2 കൂടി ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വന്നു. എല്ലാം കൂടി നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കാനും പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജൂബിലിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കൈക്കാരന്മാരുടെ സംഗമം ഒരുക്കിയിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഇടവകയെ കൈപ്പിടിച്ച് നടത്തിയ മുൻകാല കൈക്കാരന്മാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും സേവനം വളരെയേറെ വിലമതിക്കുന്നതാണ്. തുടർന്നും നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ ശക്തമായ കരം വേണമെന്നും അതിലൂടെ നമ്മുടെ ഇടവക വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിർദ്ദേശങ്ങൾ വന്നതിനും ഇവിടെ പങ്കെടുത്തതിനും എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. ഞാൻ നമ്മുടെ പണി തുടങ്ങിയ കാലം മുതൽ പള്ളിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 1980 പള്ളി ജയിപ്പ് സമയത്ത് ഡോക്ടറായിട്ട് ഒരു 10 മിനിറ്റ് അപ്പോൾ കിച്ചൻ ഇരിക്കുമ്പോൾ ഞാൻ
വെടിക്കെട്ട് കുട്ടിയാണ് കിണറിനോട് ഒന്നും ആവശ്യപ്പെട്ടിങ്ങനെ പിന്നെ അടുത്ത ആലോചിച്ചു ലോൺ മാഷ് കഴിക്കാറുണ്ട്. ലോൺ മാഷ് പറഞ്ഞു ജോലി എന്നിട്ട് ഇവിടെ കുട്ടിക്കണം അതേ സെറ്റിലെ ഒന്ന് പച്ചക്കറി യൂസ് എന്നെ 2 പേര് ഞാനും കൂടി ആയിരുന്നു. അപ്പോൾ കുറെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ജോലി പറഞ്ഞതുപോലെ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കിട്ടിയ കൊണ്ടുവന്നവരായിരിക്കും. അങ്ങനെ നിങ്ങൾ എല്ലാവരുടെയും ശബ്ദം കേൾക്കണമെന്നാണ് എന്റെയും കാര്യത്തിന്റെയും ആഗ്രഹം. ചോദിച്ചൊരുക്കാണ് ജോലി നോക്കി ഇരിക്കാനുള്ളതൊന്നും വലിയ വയസ്സിലാണ്. ജോലി എന്നേക്കാളും 2-3 മാസത്തിന് താഴെയാണ്. എന്നാലും അത് മാനസികമായിട്ട് എന്തോ എനിക്ക് വയ്യാതെ തോന്നിയിട്ടില്ല. എനിക്ക് ഇരിക്കുന്നതിന് ഭാരമായിട്ട് എനിക്ക് തോന്നിയിരിക്കാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ കൈക്കാരനായിരുന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതിപ്പോ ഒരു പ്രാവശ്യം ആയിരിക്കുന്നത് ഇവിടുത്തെ ഓരോ പുരുഷന്റെയും കടമയായി പോലെ ഞാൻ കണക്കാക്കുന്നത്. അത് ഭാരമായിട്ട് ഒരിക്കലും തോന്നരുത്. നല്ല അച്ഛൻ ആന്റണി പറവക്കാരനാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാരും 100% സ്നേഹവും വളരെ സഹോദരത്തോടുകൂടിയാണ് ഞാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ പറവരെ വളരെ സ്നേഹമില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2002 ഇവിടെ കൈക്കാരനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അന്ന് ഇവിടെ ഇരുന്നിരുന്നത് ജോർജ് മംഗലച്ചൻ. ജോർജ് മംഗലച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃഷിയോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഈ പരപ്പുക്കര പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെരുന്നാളിന് വെടിക്കെട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം. അപ്പൊ വെടിക്കെട്ട് കത്തിക്കാനായിട്ട് പള്ളിപ്പറമ്പ് എന്നും ഒഴിഞ്ഞുള്ള എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ജോർജ് മംഗലച്ചൻ ഞങ്ങളോട് പറഞ്ഞു, പള്ളിപ്പറമ്പിൽ വെറുതെ ഈ കന്നാലികളെ കൊണ്ടുവന്ന് തീറ്റിട്ട് ഇവിടെ ചാണം അതൊക്കെ ആയിട്ട് വൃത്തികേടാണ്. അതുകൊണ്ട് നമുക്ക് പള്ളിപ്പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന് അന്നത്തെ വികാരിയച്ഛനായ ജോർജ് മംഗലച്ചൻ ഞങ്ങളോട് പറഞ്ഞു. ഈ ഇടവക ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഒരു നടത്തുവികാരി, തൊട്ടിപ്പാളത്ത് നടത്തുവികാരി പരപ്പുര ഇടവകയെ അന്ന് നയിക്കുന്നത്. ജോർജ് പാവനാണ് ആ അച്ഛൻ. തൊട്ടിപ്പാളത്ത് ഒരു വികാരിച്ച പരപ്പുര ഇടവകയെ നടത്തുകയാണ്. നമ്മുടെ ആന്റോ പറയക്കാരൻ വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്നും പോയി. അപ്പോ അതായത് പറയാണ്ട് നമ്മളോട് പോയത് ആ സമയത്ത് നമ്മുടെ രൂപതയിൽ ആദ്യമായിട്ട് നമ്മുടെ പരപ്പുര വലിയ പള്ളിയിൽ തൊട്ടിപ്പാളത്ത് ഒരു വികാരിച്ച നടത്തു പള്ളിയായിട്ട് നമ്മുടെ പരപ്പുര ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായത് പറയാൻ വേണ്ടിയിട്ടാണ്. ഫ്രാൻസിസ് നമുക്ക് ജീവിച്ചിരിക്കില്ല. രണ്ടാമത്തെ കാര്യം ജോർജ് പുല്ലക്കാരൻ, ആൾക്കാരൻ ജോർജ് പുല്ലക്കാരൻ. മൂന്നാമത്തെ കാര്യം ഞാനായിരുന്നു, തിരുനാളിലേക്കാരനായിരുന്നു. ആ കാലഘട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലത്തിന്റെ പരിഷ്കാരമൊന്നും തൊട്ടു നീങ്ങിയിരിക്കാത്ത ഒരു കാലഘട്ടം ഞാൻ കരുതുന്നു. എന്നെ ആന്റണി കുറിച്ച് ഞാൻ നോമിനിയായിട്ടാണ് പള്ളി കമ്മിറ്റിക്ക് നിയോഗിക്കാനായത്. കാരണം യൂണിറ്റ് തരത്തിലോ അങ്ങനെയുള്ള തരത്തിലല്ല. ആന്റണി കുറിച്ച് എന്നൊരു നോമിനിയായിട്ട്, അദ്ദേഹത്തിന്റെ നോമിനിയായിട്ട് വഴിയാണ് ഞാൻ പള്ളി കമ്മിറ്റിക്ക് കയറി. എന്റെ പ്രസിഡന്റിലല്ല, പാരിഷാളിന്റെ യോഗത്തില് ഞാൻ പോലും ഉണ്ടായില്ല. പക്ഷെ അച്ഛൻ അത് ഞാൻ എത്താത്ത യോഗത്തില് അന്ന് തീരുമാനിച്ച പള്ളി കമ്മിറ്റിക്ക് വർക്ക് ചെയ്തതാണ്. കൈക്കാരന്മാരുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പള്ളിയോടനുബന്ധിച്ച് ഇന്ന കാലഘട്ടത്തിലുള്ള പ്രവർത്തനം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ത്യാഗത്തിന് വേറെ കിട്ടുമെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചു ജോർജാനൊക്കെ വേദനയോട് രാത്രി വടിയും പല്ലൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നു. തീർച്ചയായും ആ സമയത്ത് ഒരുപാട് വിഷമത്തിലുള്ള ഒരാളാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ യു സ്കൂളും എൽ സ്കൂളും ഹൈസ്കൂളും നടക്കുന്ന ഒരു സമൂഹം ഇവിടെ ഈ പള്ളിയെ ആക്രമിക്കുന്ന രീതികൾ നീങ്ങുമ്പോൾ അതിന് ഞാനവിടെ വിദ്യാഭ്യാസമായതുകൊണ്ട് അവിടെ അതിൻ്റെ ഒരു കൺവീനറായി എനിക്കെല്ലാം ചാൻസ് അതിന് മുന്നേ നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്റ്റിലെ അച്ഛനായിട്ടുള്ള ചാർജ്. പക്ഷേ ഹോസ്പിറ്റൽ പറഞ്ഞു ഷാജു എല്ലാ രീതിയിലും പള്ളിയിൽ തന്നെ തന്നു.
ഇല്ലാതായിട്ട് നമ്മൾ പണിയെടുത്താണ്. അത് തുടങ്ങി വയ്ക്കാനുള്ള കാര്യങ്ങൾ ഞാനും കടക്കുന്ന അവസരത്തിൽ തോന്നിയുമ്പോൾ പാഞ്ചാടിൻ്റെ പറഞ്ഞു പാഞ്ചാടിന് അതിൻ്റെ കൂടുതൽ അനുഭവങ്ങളുള്ളതുകൊണ്ട് പാഞ്ചാടിനോട് പറഞ്ഞു പാഠശാലയിൽ വേദിക്കെടുത്തു നമുക്ക് ആ സ്കൂൾ പണിയാൻ തുടങ്ങാം ധൈര്യപൂർവ്വം പാഞ്ചാടി പറയും അത് ചെയ്യാൻ അങ്ങനെയാണ് പാഞ്ചാടി പറഞ്ഞ് തുടങ്ങിയത്. ഇന്നത് തുടങ്ങി അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും തന്നെ അവിടെ വിടും. നമ്മൾ പറയാം ജനാധിപത്യം പറയും ഇവിടെ പറഞ്ഞത് സംഭവിക്കണം ഇത് പറഞ്ഞത് കാര്യമായിട്ടൊന്നുമില്ല. കാര്യമായിട്ടൊന്നുമില്ല ആ പ്രശ്നം ഒത്തൊരുമിച്ചിട്ടുണ്ട്. ആ സ്കൂളുകൾ ചെയ്തുകൊണ്ട് തെളിയിച്ചു തുടങ്ങി. എനിക്ക് പറഞ്ഞത് 78 ശേഷമാണ് നമ്മൾ ഈ പള്ളിയിൽ പോകാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ മെഡിക്കൽ സർവശക്തദാതന ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തദാതനാമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദിജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർത്തിരേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയെ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴും മഹിതകാന്തിയിൽ ഒടുവിലെത്തും ഈ മതിയിൽ അന്നു വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരായി താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഥമമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനെ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും പല കാര്യങ്ങളും പങ്കുവയ്ക്കാനായിട്ട് തോന്നി. പറയുന്നത് കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ചിലർ പറഞ്ഞ കാര്യം ഈ അച്ഛന്മാര് പറയുന്നത് മുഴുവനും കണ്ണടച്ച് നിങ്ങൾ അതുപോലെ അനുസരിക്കരുത്. കാരണം ആ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനായിട്ട് അവർക്ക് കൂടിയൊക്കെ ഓർമ്മയായിട്ട് സാധിക്കും. ഇപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന മുഴുവൻ 100% ശരിയാണെന്ന് യാതൊരു തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല അഭിപ്രായങ്ങളും തിരുത്തലുകൾ ചിലർ വന്ന ആദ്യത്തെ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാപിതാക്കളും അംഗങ്ങളും എൻ്റെ കുടുംബാംഗങ്ങളും നിങ്ങളാണ് ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നന്നായി തിരുത്തി തരണം, അതിന് സൂചിപ്പിക്കണം. എന്നുവെച്ചാൽ അത് തന്നെയായിട്ട് നന്നായിരുന്നു, അവിടെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ യാതൊരു എല്ലാ ചിലർക്കും കേട്ടില്ല തരില്ല. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് എൻ്റെ ഇവിടുത്തെ അനുഭവമായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ് അതേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം അവർ പറയുന്നത് തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് അവർക്ക് തന്നെയായിരിക്കും. ഒരുമിച്ച് അവരോട് പോകാനായിട്ട് ബുദ്ധിമുട്ടുകൾ
അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യങ്ങളാണ്, നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം ആനുകാലികമായ പല കാര്യങ്ങളും കടന്നു വരും. അപ്പോൾ ഓരോ പരിസ്ഥിതികൾ വരുമ്പോൾ നമ്മളതിനെ അഭിമുഖീകരിക്കാനായിട്ട് പരിസ്ഥിതിയെ ഒരു ശക്തിയെ പ്രാർത്ഥിച്ച് നടത്തിയപ്പെടേണ്ട അവസ്ഥയാണ് നമുക്ക് മാനിഫെസ്റ്റോയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് സമയമായി വിദ്യാർത്ഥിക്ക് പ്രാർത്ഥിക്കും ഉപകാരം കഴിയുമ്പോൾ അത് ഉറപ്പായും ഇതിലെ